ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഇന്ത്യയിലുള്ള വളരെ ഫേമസ് ആയ പാലസുകളിൽ ഒരു പാലസിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. മൈസൂർ പാലസ്. മാധുര്യം കിച്ചൻസ് ആൻഡ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലെ ഒരു പ്ലേസാണ് മൈസൂർ. അവിടെയുള്ള ഒരു പാലസാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാ നോക്കൂ, ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. വളരെ വൃത്തിക്കും നീറ്റായിട്ടും സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാ നമ്മളത് പാലസിൻ്റെ എൻട്രൻസിൽ കൂടെ പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെരുപ്പിട്ട് പ്രവേശിക്കാൻ പറ്റില്ല. ചെരുപ്പെല്ലാം കൊടുക്കാൻ ഒരു കൗണ്ടർ സെപ്പറേറ്റ് ഉണ്ട്. അവിടെ നമ്മൾ വെച്ചിട്ട് വേണം പോവാൻ. ഇതാ നോക്കൂ, ഇവിടെ ഓരോരോ കൊത്തുപണികളും പെയിൻറ്റിങ്ങും എല്ലാം തന്നെ കാണാൻ അതിമനോഹരമായിരുന്നു. ഈ തൂണുകളുടെ വലുപ്പം എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഒത്തിരി ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിലും സ്കൂൾ കുട്ടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെ നല്ല റഷുമായിരുന്നു. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അവിടെ ഗൈഡുകളും ഉണ്ട്. അല്ലാതെ തന്നെ അവിടെ എല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കിയാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവാം. നമുക്ക് ഓരോ കൊത്തുപണികളും എത്ര ഭംഗിയോട് നോക്കൂ. ഇവിടെ ഇത് ഓരോ മുറികളിലായിട്ട് നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഓരോന്നിലും വ്യത്യസ്തമായ ചിത്രങ്ങളും ഇവിടെയുണ്ട്. ഇതിൽ എന്താണ് പ്രത്യേകത എന്നാൽ ലോക പ്രശസ്തനായ ചിത്രകാരനുമായിരുന്ന രാജാ രവിവർമ്മയുടെ അമൂല്യമായ 2 ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നോക്കൂ, സ്കൂൾ കുട്ടികളുടെ അധ്യാപകനാണ്. എല്ലാ ചിത്രങ്ങളെ പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ രാജാ രവിവർമ്മയുടെ ചിത്രത്തിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ചിത്രങ്ങളിലെ നേത്രങ്ങൾ നമ്മൾ എങ്ങനെ മാറുന്നു അതുപോലെ തന്നെ അത് നമ്മൾ നോക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. ഇനി നമ്മൾ തൊട്ടടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചന്ദന മരം കൊണ്ട് ഉണ്ടാക്കിയ പല തരത്തിലുള്ള പെട്ടികൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണക്കത്തുകളും പാരിതോഷികങ്ങളും സമ്മാനങ്ങളും മറ്റും സമ്മാനിച്ചിരുന്നതാണ്. ഇതെല്ലാം തന്നെ ചന്ദനം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പെട്ടികളായിരുന്നു. ചന്ദനം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പെട്ടികളുടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് കേട്ടോ. ഇതാ നോക്കൂ, ഇവിടെ രാജാക്കന്മാരെല്ലാം ഉപയോഗിച്ചിരുന്ന കണ്ണാടികളും അവരുടെ കസേരകളും എല്ലാം തന്നെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിലത്തെ നിലയ്ക്കാണ് കയറി പോകുന്നത്. അവിടെ രാജാവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് മൈസൂർ പാലസിൻ്റെ അതിമനോഹരമായ ഒരു ഹാളിലേക്കാണ്. ഇതാണ് ദസറ ഹാൾ. ഇവിടേക്കൊന്നും ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല.
ഇതാ നോക്കൂ, ഇതാണ് പാലസിൻ്റെ സൈഡ് വ്യൂ. ഇനി നമുക്ക് അടുത്തതായി പാലസിൻ്റെ നൈറ്റ് വ്യൂ കാണാം. അതിലെല്ലാം ലൈറ്റുകളെല്ലാം ഇടുമ്പോൾ വളരെ മനോഹരമാണ്. നോക്കൂ, ഇതിപ്പോൾ അധികം ലൈറ്റുകൾ ഫുള്ള് ഇട്ടിട്ടില്ല. ഇനി ഫുള്ള് ലൈറ്റ് ഇടുമ്പോൾ മാത്രമാണ് കാണാൻ അടിപൊളിയാണ്. ഇത് ആക്ച്വലി നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് ചാമുണ്ടേശ്വരി അമ്പലമാണ്. ഇതാ നോക്കൂ, ഇപ്പോൾ എല്ലാ ലൈറ്റും ഓൺ ചെയ്ത് പാലസ് അങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കണ്ടോ. അടിപൊളി വ്യൂ ആണ്, നൈറ്റ് വ്യൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.